തിരുവനന്തപുരം കുളത്തൂരിൽ വഴിയരികിൽ നിർത്തിയിട്ട കാറിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. സീറ്റിനടിയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 3 ദിവസം പഴക്കമുള്ളതായി പോലീസ്. വലിയവേളി പൗണ്ട് കടവ് സ്വദേശി ജോസഫ് പീറ്ററാണ് മരിച്ചത്. ആറോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആറോഷിപാൽ, മരണം ദുരൂഹമാണ് എന്ന് തോന്നുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് സംശയിക്കുന്നത്? അരുൺകുമാർ, രാവിലെ റോഡരിയിലൂടെ നടക്കുന്നവരാണ് ദുർഗന്ധത്തെ തുടർന്ന് പോലീസിൽ കാറ് പരിശോധിക്കുന്നു. അപ്പോൾ കാറിൽ ഒരാൾ കിടക്കുന്ന നിലയിൽ കണ്ടെത്തി. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ കാറിൻ്റെ പിറകിൽ സീറ്റിനിടയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പരിശോധനയിൽ ആളെ തിരിച്ചറിഞ്ഞു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഏതായാലും ഒരു ദുരൂഹതയുണ്ട്. ഈ കാര്യം പോലീസ് വളരെ വിശദമായി പരിശോധിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ വന്നത്, എന്തെങ്കിലും അവിടെ ഒരു മൽപ്പിടുത്തമോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ മൃതദേഹം കൊണ്ടുവന്നിട്ടതാണോ എന്നടക്കമുള്ള പരിശോധന നടക്കുന്നുണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ട്. അതായത് മൃതദേഹം പുറകിലത്തെ സീറ്റിലാണ് കാണപ്പെടുന്നത് അല്ലേ? സീറ്റിന്റെ അടിയിൽ, അതായത് ഡ്രൈവ് ചെയ്ത് വരാനുള്ള സാധ്യത കുറവാണ്. അരുൺകുമാർ, അതാണ് അവിടെ ഒരു ദുരൂഹത ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. പിറകിൽ സീറ്റിന് ഇടയിൽ, മുൻഭാഗത്തെ സീറ്റിനും പിറകിലത്തെ സീറ്റിനും ഇടയിലുള്ള ആ പ്ലാറ്റ്ഫോമിലാണ് മൃതദേഹം കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയാണ് ഒരു സംശയം ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആളെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ഇവിടെ എത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഏതായാലും വളരെ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ് എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. മൃതദേഹം ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണം, പ്രാഥമിക അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ജോസഫ് പീറ്ററാണ് മരിച്ചത്. കാറിൽ പിറകിലത്തെ സീറ്റിനിടയിലാണ് ജോസഫ് പീറ്ററുടെ മൃതശരീരം കണ്ടെത്തിയത്. 3 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ്. ഡ്രൈവ് ചെയ്ത് വന്നാൽ ഡ്രൈവിംഗ് സീറ്റിലാണ് കാണപ്പെടേണ്ടത്. ഇനി അതല്ല, വണ്ടി നിർത്തിയതിനു ശേഷം പുറകിലത്തെ സീറ്റിൽ പോയി കിടന്നുറങ്ങാൻ പോയതാണോ? അങ്ങനെയാണെങ്കിൽ AC ഇട്ടതിനു ശേഷം അതിൽ വാതകം ശ്വസിച്ച് മരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ വാഹനം അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ആരെങ്കിലും കണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് ബോധ്യമില്ല. എന്താണ്, എപ്പോഴാണ് ഈ സംഭവം? അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ മരണത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ദുരൂഹതയുണ്ട്. പോലീസാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്.